മാളു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നാട്ടിൽ നിന്ന് ഇത്രയും ദൂരത്ത് വെച്ച് ഇങ്ങനെ. ഓ സോറി, പെട്ടെന്ന് തന്നെ പിടികിട്ടുന്നില്ല അല്ലേ? ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ടോ? മനസ്സിലായില്ല മാളു, ഇത് കുട്ടനാ. കുട്ടൻ? ആ, ചാമക്കാവിലെ ദേവകിയുടെയും വാണി വിലാസം സ്കൂളിലെ 6ാം ക്ലാസ്സിൽ ഭയങ്കര മഴയുള്ളൊരു ദിവസം സ്കൂളിൽ പോകുമ്പോ മാളു തോട്ടി വീണ ഓർമ്മയില്ലേ? ഞാനൊന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ. മറന്നോ? എല്ലാം മറന്നോ? ഒരു ഓണത്തിന് പോടാൻ ഞാനെടുത്ത് വെച്ച പൂക്കൂട മാളു എടുത്തോണ്ട് ഓടിയില്ലേ? എന്നിട്ട് ഞാൻ കല്ലെടുത്തെറിഞ്ഞു. മാളു ഉറക്ക നിലവിളിച്ചത് ഇപ്പോഴും ഓർമ്മയില്ലേ? മറന്നോ? എന്താ മാളു ഇത്? ഒക്കെ മറന്നുപോയോ? കാണുന്നതെല്ലാം സ്വന്തമാക്കണമെന്ന് തോന്നുക, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കുക, ഇതൊക്കെ മുങ്ങിത്താഴുന്നവരുടെ വിഭ്രാന്തിയാണ്. ദി ഡിലൂഷൻസ് ഓഫ് എ ഡ്രൗണിങ് മൈൻഡ്. ഒരു സാം പോയതുകൊണ്ട് തന്റെ ലൈഫ് അവസാനിക്കുന്നില്ലല്ലോ. യു ആർ എ വെരി പ്രെറ്റി ഗേൾ. യു വാണ്ട് എ ബെറ്റർ ബോയ് ഫ്രണ്ട്? താനൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി, ഒന്ന് അടച്ചാലും മതി. ജീവിതം അടിച്ചു പൊളിക്കണമെന്നല്ലേ താൻ പറയാറ്? യെസ്, അങ്ങനെ തന്നെ വേണം. അല്ലേലും ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു മിഠായി പോലെയാ, ഓർക്കാപ്പുറത്ത് അതങ്ങ് അലിഞ്ഞു തീരും. അതുകൊണ്ട് ഓരോ നിമിഷവും ആസ്വദിക്കണം. ദാറ്റ് ഇസ് മൈ പോളിസി. എനിക്കിതൊരു റീബർത്താ ഡോക്ടർ. ഓൾ ദിസ് ടൈം I was വെറുതെ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുമായിരുന്നു. യെസ്, പക്ഷേ ഞാനൊരു പാഠം പഠിച്ചു. പെണ്ണിനെ പെണ്ണ് തന്നെ സൂക്ഷിക്കേണ്ടത്. ഗുഡ്. ഇനി ഭൂതകാലത്തെ മനസ്സിൽ നിന്ന് വൈപ്പ് ചെയ്ത് കളയണം. ജീവിതം തരാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന ദൃഢനിശ്ചയമാണ് വേണ്ടത്. But doctor, your Malayalam is really good. എനിക്കും ഇങ്ങനെ വർത്തമാനം പറയാൻ what should I do? Read good Malayalam books. മനസ്സിന്റെ മെക്കാനിസം, സുഭദ്രയുടെ ചിത്തഭ്രമം, ഇഡ്ഡലിയിൽ നിന്ന് യക്ഷി ഒക്കെ ഇവിടെ തന്നെ കിട്ടും. മാനസ് കുമാർ എഴുതിയത്. മാനസ് കുമാറിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ യു ക്യാൻ ഇംപ്രൂവ് യുവർ മലയാളം. വായിക്കൂ, പുസ്തകം ഞാൻ തരാം. Hi. Hi. May I? Sure, please. Thanks. എപ്പോ നോക്കിയാലും എഴുത്താണല്ലോ. ലെറ്ററാ? Who's the lucky girl? അല്ല, ലെറ്റർ അല്ല. ലെറ്റർ അല്ല. ഓക്കേ. എന്താ? You know, you're pretty good looking, huh? വന്ദന എല്ലാം പറഞ്ഞു. എന്തു പറഞ്ഞു? റോബി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. വേറെന്തെങ്കിലും? ഹേയ്, ഒന്നുമില്ല. അല്ല, വേറെന്തെങ്കിലും ഉണ്ടോ? മണിയായിരുന്നു പ്രോബ്ലം അല്ലേ? റൈറ്റ്? You know, why don't you try something else? Like, you know, some other job? മോഡലായിട്ട് നന്നായി ഷൈൻ ചെയ്യാൻ പറ്റും. Seriously? I'm not kidding. You're handsome. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനല്ലേ?
എന്തുവാ ഈ എഴുതുന്നേ? പുന്നല്ലിൻ കതിരോല തുമ്പത്തു പൂത്തുമ്പി. ആണോ പൂത്തുമ്പി? I've seen പൂത്തുമ്പി. You know, they're so beautiful. When I was may I borrow this? Sure. Fine. Okay. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ എം സോറി. പെട്ടെന്ന് കണ്ടപ്പോണ്ട എക്സൈറ്റ്മെന്റിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഒന്നും അറിയാത്ത പോലെ നിന്നറിഞ്ഞത് ഇത്തിരി കട്ടിയായി പോയി കേട്ടോ. വേറൊരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോ പേര് വന്ദനയാണെന്ന് പറഞ്ഞു. ഒരു പരിഷ്കാരത്തിന് വേണ്ടി അങ്ങനെ മാറ്റിയതാവും അല്ലേ? നമ്മൾ കുട്ടിക്കാലത്ത് അടുപ്പക്കാരാണെന്ന് അറിഞ്ഞാൽ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ആ ആശ്വാസായി. സ്വപ്നത്തെ വിചാരിച്ചാണോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എത്രയോ 1000 മൈലുകൾക്ക് ഇപ്പുറത്തുള്ള ലോകത്ത് വെച്ച് നമ്മൾ കണ്ടുമുട്ടുമെന്ന്? ഇനി പറയും മാളു, വാണിവിലാസം സ്കൂളിൽ പഠിച്ച ആ ഇത്തിരി പോന്ന മാളു എങ്ങനെയൊക്കെയാണ് ഇവിടം വരെ എത്തിപ്പെട്ടതെന്ന്? ഞാൻ ഡ്യൂട്ടിയിലാണെന്നറിയില്ലേ? ഡ്യൂട്ടിയിലല്ലാതെ നമുക്കെങ്ങനെ സംസാരിക്കാൻ പറ്റും? എന്നെ പുറത്തു വിടില്ലല്ലോ. മാത്രമല്ല ലാസ്റ്റ് ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് നിൽക്കുകയല്ലേ. വണ്ടി ഏത് നിമിഷവും വരും. ആ വണ്ടി വരുന്നതിന് മുമ്പ് ദൈവം എനിക്ക് തന്നൊരു കൺസെഷനാണ് മാളു. ഇനി എനിക്ക് ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യാം. ഇനി ഞാൻ പോയിക്കോട്ടെ. ടേക്ക് കെയർ. ഓക്കെ.